നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശദമായ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കെങ്കിലുമുള്ള പ്രശ്നമാണ് ഈ കാലുകളിലെ ഞരമ്പുകൾ തടിച്ചു വരുന്നത്, അല്ലേ? ശരിയാണ്. ഒരുപാട് പേർക്ക് കാണാറുണ്ട്. ചിലപ്പോൾ നമ്മളത് ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമായിട്ടാവും കാണുന്നത്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വേരിക്കോസ് വെയിൻ എന്ന അവസ്ഥയെ എങ്ങനെ നമുക്ക് ശരിയായി കൈകാര്യം ചെയ്യാം? ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വേരിക്കോസ് വെയിൻ ആരോഗ്യത്തിനായുള്ള വഴികാട്ടി എന്നൊരു രേഖയിലെ വിവരങ്ങളാണ്. ഇത് ഡോക്ടർ അഖിലിൻ്റെ ചില പ്രധാനപ്പെട്ട നുറുങ്ങുകളായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്താണ് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ? ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കാലുകളില്ലേ, അവിടുത്തെ തൊലിക്കടിയിലുള്ള ഞരമ്പുകൾ, അതായത് സിരകൾ, വെയിൻസ്, അവ ഇങ്ങനെ തടിച്ച് പിരിഞ്ഞ് ചിലപ്പോൾ നീല നിറത്തിലോ അല്ലെങ്കിൽ ഒരു കടും പർപ്പിൾ നിറത്തിലോ കാണപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇതിന്റെ പ്രധാന കാരണം ഞരമ്പുകൾക്കുള്ളിലെ വാൽവുകൾക്ക് ഒരു ബലക്ഷയം വരുന്നതാണ്. അപ്പോൾ രക്തം മുകളിലേക്ക് ഹൃദയത്തിലേക്ക് ശരിയായി പമ്പ് ചെയ്യാതെ അവിടെ തന്നെ കെട്ടിനിൽക്കും. ശരി. അപ്പോൾ രക്തം കെട്ടിക്കിടക്കുന്നതാണ് പ്രശ്നം. അതെ, അതാണ് അടിസ്ഥാന കാരണം. പിന്നെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ, ആ ഈർപ്പമൊക്കെ ചിലപ്പോൾ ഇതിനെ സ്വാധീനിച്ചേക്കാം. അതുപോലെ ജോലിയുടെ സ്വഭാവം അതും പ്രധാനമാണ്. കൂടുതൽ നേരം നിൽക്കേണ്ടി വരുന്നവർ, ഇപ്പൊ ടീച്ചർമാർ, കടയിൽ ജോലി ചെയ്യുന്നവർ, നഴ്സുമാർ, ബസ് കണ്ടക്ടർമാർ, പിന്നെ അടുക്കളയിൽ ഒരുപാട് നേരം നിൽക്കുന്ന വീട്ടമ്മമാർ, കൃഷിപ്പണിക്കാർ, ഇവരൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണരീതിയിലെ മാറ്റങ്ങളും തീർച്ചയായും അതും ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ ഡോക്ടർ അഖിലിന്റെ നിർദ്ദേശങ്ങൾ വച്ചിട്ട് ഈ അവസ്ഥയെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ആഹാരത്തിലും അതുപോലെ ജീവനരീതിയിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാം, പിന്നെ ഇതിന്റെ കൂടെ വരാവുന്ന സങ്കീർണതകൾ അതെങ്ങനെ നേരിടാമെന്നൊക്കെ അറിയലാണ്. ഓക്കെ, അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഞരമ്പുകൾ തടിച്ച് പിരിഞ്ഞു കാണുന്നത് ഇതൊരു കാഴ്ചയിലെ പ്രശ്നം മാത്രമാണോ അതോ വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പലരും അതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ കാഴ്ചയിലെ മാറ്റം എന്നതിനപ്പുറം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പല ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. ഈ രക്തം കെട്ടിനിൽക്കുന്നത് കാരണം കാലുകൾക്കൊരു ഭാരം തോന്നുക, വേദന, കഴപ്പ്, പിന്നെ നീര്, ഇതൊക്കെ സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. നീര് വരുന്നത് കാണാറുണ്ട്. അതെ, കേരളത്തിലെ ആ ചൂടും ഈർപ്പവും ഒക്കെ ചിലപ്പോൾ ഈ അസ്വസ്ഥതകൾ കൂട്ടാനും മതി. ഡോക്ടർ അഖിലിന്റെ ആ ഗൈഡിൽ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യം, ഇതിനെ നമ്മൾ അവഗണിച്ചാൽ വരാവുന്ന 2 പ്രധാന സങ്കീർണതകളാണ്. എന്തൊക്കെയാണത്? ഒന്ന്, വെനസ് എക്സീമ. ഇതിനെ സ്റ്റാസിസ് ഡെർമറ്റൈറ്റിസ് എന്നും പറയും. അതായത് ആ ഭാഗത്തുള്ള തൊലിക്ക് ചൊറിച്ചിൽ വരും, ചുവപ്പു നിറമാകും, വല്ലാതെ വരണ്ടുപോകും, ചിലപ്പോൾ തൊലിയുടെ നിറം തന്നെ മാറും. രണ്ടാമത്തേത് കുറച്ചുകൂടി ഗൗരവമുള്ള അവസ്ഥയാണ് വെനസ് അൾസർ. ഇത് ഉണങ്ങാൻ ഭയങ്കര പ്രയാസമുള്ള മുറിവുകളാണ്. സാധാരണയായിട്ട് കണങ്കാലിന് ചുറ്റുമാണ് ഇത് കാണുന്നത്. അണുബാധ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല? ഒരിക്കലുമില്ല. കേവലം ഒരു സൗന്ദര്യ പ്രശ്നമല്ല ഇത്. അപ്പോ ഭക്ഷണക്രമത്തിന് ഇതിൽ നല്ലൊരു പങ്കുണ്ടെന്ന് മനസ്സിലായി. ഞരമ്പുകളുടെ ആരോഗ്യവും രക്തയോട്ടവുമൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ അഖിലിന്റെ നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ ഭക്ഷണശീലങ്ങളാണ്, എന്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? തീർച്ചയായും ഭക്ഷണത്തിലൂടെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, പിന്നെ ശരീരത്തിലെ നീർക്കെട്ട്, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, രക്തയോട്ടം കുറച്ചുകൂടി സുഗമമാക്കുക, രക്തക്കുഴലുകളുടെ ഭിത്തിക്ക് ഒരു ബലം കൊടുക്കുക, പിന്നെ ആരോഗ്യകരമായ ശരീരഭാരം, അതും പ്രധാനമാണ്. ശരിയാണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ആ ഗൈഡിൽ ചില ഭക്ഷണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതെ. അതിലാദ്യം തന്നെ പറയുന്നത് നാരുകൾ, അതായത് ഫൈബർ ധാരാളമുള്ള ഭക്ഷണത്തെക്കുറിച്ചാണല്ലോ. അതെങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മുടെ നാട്ടിൽ എളുപ്പം കിട്ടുന്ന എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? നാരുകൾ, ഫൈബർ എന്ന് പറയുമ്പോൾ അതിന് പ്രധാന ഗുണം എന്താന്ന് വെച്ചാൽ അത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. ഓക്കെ, മലബന്ധവും ഇതും തമ്മിൽ എന്താണ് ബന്ധം? നല്ല ബന്ധമുണ്ട്. മലബന്ധമുണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മുക്കേണ്ടി വരുമല്ലേ? ശരിയാണ്. ഈ മുക്കുന്ന സമയത്ത് വയറ്റിലും അതുപോലെ കാലുകളിലെ സിരകളിലും ഒരധിക സമ്മർദ്ദം വരും, പ്രഷർ കൂടും. ഇത് വേരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഒട്ടും നല്ലതല്ല. ആ അവസ്ഥ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലേ? അതെ.
അപ്പോൾ നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴി ദഹനം ശരിയാകും, മലബന്ധം ഒഴിവാകും, അധിക സമ്മർദ്ദം കുറയും. നമ്മുടെ നാട്ടില് എളുപ്പം കിട്ടുന്ന ഫൈബർ കൂടിയ ഭക്ഷണങ്ങൾ ഒത്തിരിയുണ്ട്. മുഴുധാന്യങ്ങൾ, നമ്മുടെ തവിടുള്ള ചുവന്നരി, ഓട്സ്, ചോളം, പിന്നെ കമ്പുകൾ, അതൊക്കെ നല്ലതാണ്. പിന്നെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയറ്, വൻപയറ്, കടല, പരിപ്പ് എല്ലാം നല്ലതാണ്. പച്ചക്കറികളിൽ പയറ്, ബീൻസ്, വഴുതനങ്ങ, പിന്നെ ഇലക്കറികൾ, പ്രത്യേകിച്ച് ചീര. പഴങ്ങളാണെങ്കിൽ പപ്പായ, പേരയ്ക്ക, വാഴപ്പഴം, ഇതൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. മറ്റൊന്ന് പറഞ്ഞത് ബയോഫ്ലേവനോയിഡുകൾ എന്നാണെന്ന് തോന്നുന്നു. അതെന്താണ് സാധനം? എവിടെന്നാണ് കിട്ടുക? അതെ, ബയോഫ്ലേവനോയിഡുകൾ. ഡോക്ടർ അഖിലിന്റെ ഗൈഡിൽ ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ബയോഫ്ലേവനോയിഡുകൾ എന്ന് പറയുന്നത് ശരിക്കും സസ്യങ്ങളിൽ കാണുന്ന ചില ഘടകങ്ങളാണ്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമൊക്കെ നിറം കൊടുക്കുന്നതും ഇവയാണ് പലപ്പോഴും. ആ, ഇവയുടെ ഗുണമെന്താണെന്ന് വെച്ചാൽ ഇവ രക്തക്കുഴലുകളുടെ ഭിത്തിയെ ശക്തിപ്പെടുത്തും. അവയുടെ ആ ഒരു ഇലാസ്തികത നിലനിർത്താൻ സഹായിക്കും. പിന്നെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്നത്, കാപ്പിലറി ഫ്രജിലിറ്റി, കുറയ്ക്കും. അതായത് ഞരമ്പിലൊരു ബലം കിട്ടും. അതെ, അങ്ങനെ പറയാം. ഞരമ്പുകൾക്കൊരു ബലം നൽകുന്നു. നമ്മുടെ നാട്ടിലെ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ സിട്രസ് പഴങ്ങൾ, അതായത് നാരങ്ങ, ഓറഞ്ച്, മുസമ്പി, പിന്നെ നെല്ലിക്ക വിറ്റാമിൻ സിയുടെയും ഫ്ലേവനോയിഡുകളുടെയും ഒരു കലവറ തന്നെയാണ്. നെല്ലിക്ക നല്ലതാണല്ലേ? വളരെ നല്ലതാണ്. അതുപോലെ ഉള്ളി, വെളുത്തുള്ളി. ഗൈഡിൽ എടുത്തു പറയുന്ന ഒരു കേരളീയ ഉദാഹരണമാണ് കപ്പ മരിയന്ന, പർപ്പിൾ ചേമ്പ് എന്ന് പറയില്ലേ? ആ, പർപ്പിൾ ചേമ്പ്. ഓക്കെ. അത്. പിന്നെ കടുംപച്ച നിറത്തിലുള്ള ഇലക്കറികൾ, ഗ്രീൻ ടീ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഞരമ്പുകളുടെ ആ ഒരു ഘടനയെ മെച്ചപ്പെടാൻ സഹായിക്കും. വിറ്റാമിൻ സിയും പ്രധാനമാണെന്ന് സൂചിപ്പിച്ചല്ലോ. കൊളാജൻ എന്ന് കേട്ടിട്ടുണ്ട്. അതുമായിട്ട് ഇതിനെന്താണ് ബന്ധം? ഉണ്ട്. വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിൽ കൊളാജൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ അത്യാവശ്യമാണ്. ഈ കൊളാജനാണ് ശരിക്കും രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് ബലവും ആ ഒരു ഘടനയുമൊക്കെ നൽകുന്നത്. ഓക്കെ. അപ്പോ വിറ്റാമിൻ സി കുറഞ്ഞാല് ഈ കൊളാജൻ ഉൽപ്പാദനം കുറയും. അത് രക്തക്കുഴലുകൾ ദുർബലമാകാൻ ഒരു കാരണമായേക്കാം. അതുകൊണ്ട് വിറ്റാമിൻ സി ആവശ്യത്തിന് കിട്ടണം. നമ്മൾ നേരത്തെ പറഞ്ഞ നെല്ലിക്ക, സിട്രസ് പഴങ്ങൾ, അതൊക്കെ നല്ല ഉറവിടങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ കരിവേപ്പില, പച്ചമാങ്ങ, പൈനാപ്പിൾ, തക്കാളി, പിന്നെ ക്യാപ്സിക്കം, ഇതിലെല്ലാം വിറ്റാമിൻ സി നല്ല അളവിലുണ്ട്. ശരി ശരി. ഇനിയിപ്പോ ശരീരത്തിൽ വെള്ളം കെട്ടുനിന്ന് നീര് വെക്കുന്നത് അതൊരു സാധാരണ പ്രശ്നമാണല്ലോ ഈ വേരിക്കോസ് വെയിനിൽ. ഇത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ശരിയാണ്. കാലിലെ നീര് വേരിക്കോസ് വെയിനിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂത്രം പോകാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് നാച്ചുറൽ ഡയോററ്റിക്സ് എന്ന് പറയും, അങ്ങനെയുള്ളവ കഴിക്കുന്നത് നല്ലതാണ്. അത് ശരീരത്തിൽ അമിതമായി കെട്ടിനിൽക്കുന്ന വെള്ളം പുറന്തള്ളാൻ സഹായിക്കും. അപ്പോൾ നീര് കുറയാനും സാധ്യതയുണ്ട്. ഉദാഹരണങ്ങൾ? നമ്മുടെ വെള്ളരിക്ക, മത്തൻ, പിന്നെ ശതാവരി, ആസ്പരാഗസ്, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ നാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കുന്നത്, മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, ഇതൊക്കെ സഹായിക്കും. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങളും പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. ഉപ്പുമായിട്ട് ഇതിനെന്താ ബന്ധം? പൊട്ടാഷ്യം നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിന്റെ, അതായത് ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മിനറലാണ്. നമ്മൾ ഉപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരം വെള്ളം പിടിച്ചുവെക്കും. ഇത് നീരു കൂടാനും BP കൂടാനും ഒക്കെ കാരണമാകും. ഓക്കെ. പൊട്ടാഷ്യം ഈ സോഡിയത്തിന്റെ ഇഫക്റ്റിനെ ഒരു പരിധിവരെ കൗണ്ടർ ചെയ്യും. ശരീരത്തിലെ ദ്രാവകങ്ങളുടെ ഒരു ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. അപ്പോ പൊട്ടാഷ്യം കൂടുതൽ കിട്ടാൻ എന്തൊക്കെ കഴിക്കാം? നമ്മുടെ തേങ്ങാവെള്ളം നല്ലൊരു ഓപ്ഷനാണ്. വാഴപ്പഴം, ഇലക്കറികൾ, മധുരക്കിഴങ്ങ്, പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിലൊക്കെ പൊട്ടാഷ്യം ധാരാളമായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചും ഉറവിടത്തിൽ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. അത് വളരെ പ്രധാനമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നത് രക്തത്തിന്റെ കട്ടി കുറച്ച് രക്തചംക്രമണം സുഗമമാക്കാൻ അത്യാവശ്യമാണ്. നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ വന്നാൽ രക്തം കുറച്ചുകൂടി കട്ടിയാവും. അത് ഞരമ്പുകളിലൂടെയുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അപ്പോൾ ദാഹിക്കുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം. അതെ, ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ശുദ്ധജലം തന്നെ വേണമെന്നില്ല, മോരു പോലുള്ള പാനീയങ്ങളും നല്ലതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അതാണ് പലപ്പോഴും പ്രയാസം. ഡോക്ടർ അഖിലിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് വേരിക്കോസ് വെയിൻ ഉള്ളവർ പ്രധാനമായും ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ നന്നായി കുറയ്ക്കേണ്ടത്?
നമ്മുടെ പല ഇഷ്ടവിഭവങ്ങളും ഇതിൽ പെടുമോ എന്നൊരു പേടിയുണ്ട്. ആ പേടിക്കണ്ട. പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നതിനേക്കാൾ അളവ് നിയന്ത്രിക്കുന്നതിലാണ് കാര്യം. ഏറ്റവും പ്രധാനം ഉപ്പ്. സോഡിയം അധികമുള്ള ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഉപ്പ് ശരീരത്തിൽ വെള്ളം കെട്ടി നിർത്തും. പറഞ്ഞു. അത് നീരും കൂട്ടും, ഞരമ്പുകളിലെ സമ്മർദ്ദവും കൂട്ടും. അപ്പോൾ നമ്മുടെ അച്ചാറുകൾ, ഉണക്കമീൻ, പപ്പടം. അയ്യോ, ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിന്. അതെ. പിന്നെ പാക്കറ്റിൽ വരുന്ന ചിപ്സ്, മിക്സർ പോലുള്ള സ്നാക്സുകൾ, റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, സോസുകൾ, ഇതിലൊക്കെ ഉപ്പ് വളരെ കൂടുതലാണ്. കറികളിൽ ഉപ്പ് ചേർക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശരി. അടുത്തത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയും. അതായത് മൈദ ഉപയോഗിച്ചുണ്ടാക്കുന്ന പൊറോട്ട, ബ്രെഡ്, പിന്നെ ബേക്കറി സാധനങ്ങൾ, കേക്ക്, ബിസ്ക്കറ്റ്, പേസ്ട്രി അങ്ങനെയുള്ളവ. അതുപോലെ മധുരം ചേർത്ത പാനീയങ്ങൾ, കോളകൾ, ജ്യൂസുകൾ, ചായയിലും കോപ്പിയിലും നമ്മൾ അധികമായി ചേർക്കുന്ന പഞ്ചസാര, മിഠായികൾ, ഇതൊക്കെ ഇതിൽ വരും. ഇതെങ്ങനെയാണ് വെരിക്കോസ് വെയിനെ ബാധിക്കുന്നത്? ഇവ പ്രധാനമായും ശരീരഭാരം കൂട്ടാൻ കാരണമാകും. അതുപോലെ ശരീരത്തിൽ നീർക്കെട്ട്, അതായത് ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, അമിതവണ്ണവും നീർക്കെട്ടും, വെരിക്കോസ് വെയിൻ അവസ്ഥയെ കൂടുതൽ മോശമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തവിടുള്ള ധാന്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. ഓക്കെ. കൊഴുപ്പുകളുടെ കാര്യത്തിലോ? വറുത്തതും പൊരിച്ചതുമെല്ലാം അതൊക്കെ നിർത്തണോ? പൂരിത കൊഴുപ്പുകളും സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ട്രാൻസ് ഫാറ്റുകളും അത് പരമാവധി കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവയും നീർക്കെട്ടിനും അമിതവണ്ണത്തിനും കാരണമാകും. ചുവന്ന മാംസം, അതായത് ബീഫ്, മട്ടൺ എന്നിവയുടെ അമിത ഉപയോഗം, പിന്നെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന പലഹാരങ്ങൾ, നമ്മുടെ ഉഴുന്നുവട, പരിപ്പുവട, ബജി, സമൂസ, ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞാൽ കഷ്ടമാണല്ലോ. പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും അളവ് നന്നായി കുറയ്ക്കുക. വനസ്പതി അഥവാ ഡാൽഡ ചേർത്ത ബേക്കറി സാധനങ്ങൾ അതും ഒഴിവാക്കണം. ആരോഗ്യകരമായ കൊഴുപ്പുകൾ, നട്ട്സ്, അവകാഡോ, മീനെണ്ണ പോലുള്ളവ മിതമായ അളവിൽ കഴിക്കുന്നതിൽ തെറ്റില്ല. മദ്യപാനത്തെക്കുറിച്ചും സൂചനയുണ്ടല്ലോ ഗൈഡില്. അതെ. മദ്യം കഴിക്കുമ്പോൾ രക്തക്കുഴലുകൾ താൽക്കാലികമായിട്ടൊന്ന് വികസിക്കും. വാസോഡൈലേഷൻ എന്ന് പറയും. ഇത് ചിലപ്പോൾ രക്തയോട്ടം കൂട്ടുന്നതായി തോന്നാമെങ്കിലും വാൽവുകൾക്ക് പ്രശ്നമുള്ള സിരകളിൽ രക്തം കൂടുതൽ കെട്ടിനിൽക്കാൻ പൂളിംഗ് ഇത് കാരണമായേക്കാം. അതുകൊണ്ട് മദ്യപാനം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ വളരെ കർശനമായി നിയന്ത്രിക്കുക. ഓക്കെ. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഇനി നമുക്ക് ജീവിതരീതിയിലേക്ക് വരാം. ഡോക്ടർ അഖിലിന്റെ ഗൈഡ് അനുസരിച്ച് നമ്മുടെ ഡെയിലി റുട്ടീനിൽ, ദൈനംദിന ശീലങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണം ചെയ്യും? ജീവിത രീതിയിലെ മാറ്റങ്ങൾക്ക് അതിനു വലിയ പ്രാധാന്യമുണ്ട് വെരിക്കോസ് വെയിൻ നിയന്ത്രിക്കുന്നതിൽ. അതിലേറ്റവും പ്രധാനം വ്യായാമമാണ്. വ്യായാമം? അതെ. പ്രത്യേകിച്ച് നമ്മുടെ കാൽവണ്ണയിലെ പേശികളിലെ കാഫ് മസിൽസ്, അവയെ പ്രവർത്തിപ്പിക്കുന്ന വ്യായാമങ്ങൾ. ഈ പേശികളെ ഒരു രണ്ടാം ഹൃദയം, സെക്കൻഡ് ഹാർട്ട് എന്നാണ് ചിലപ്പം പറയാറ്. ഓഹോ, അതെന്താ അങ്ങനെ? കാരണം നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴുമൊക്കെ ഈ കാഫ് മസിൽസ് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും. ഈ പ്രവർത്തനം കാലുകളിലുള്ള സിരകളിലുള്ള രക്തം മുകളിലേക്ക്, ഹൃദയത്തിലേക്ക് തിരികെ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ആഹാ, അത് കൊള്ളാമല്ലോ. അതെ. അപ്പൊ ഈ പേശികൾ നന്നായി പ്രവർത്തിച്ചാല് രക്തം കെട്ടിനിൽക്കുന്നത് കുറയും. അപ്പോൾ എന്തുതരം വ്യായാമങ്ങളാണിതിന് ഏറ്റവും നല്ലത്? നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നവ? ഏറ്റവും ലളിതമായിട്ടുള്ള എന്നാൽ വളരെ ഫലപ്രദമായ ഒന്നാണ് നടക്കുക. അതെ. വെറുതെ നടന്നാൽ പോരാ, കുറച്ചൊരു വേഗത്തിൽ നടക്കണം. ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയില്ലേ? ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നടക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നീന്തൽ വളരെ നല്ലൊരു വ്യായാമമാണ്. കാരണം അത് സന്ധികൾക്ക് അധികം ഭാരം കൊടുക്കുന്നില്ല, പക്ഷെ കാലുകളിലെ പേശികളെ നന്നായി ബലപ്പെടുത്തും, രക്തചംക്രമണം കൂട്ടും. സൈക്കിൾ ചവിട്ടുന്നതോ? അതും നല്ലതാണ്. പിന്നെ യോഗയിലെ ചില ആസനങ്ങളും പ്രയോജനപ്പെടും, പ്രത്യേകിച്ച് കാലുകൾ ഉയർത്തിവെക്കുന്ന പോസുകൾ. ഉദാഹരണത്തിന് വിപരീതകരണി എന്ന് പറയും. അതെങ്ങനെയാണ്? മലർന്നു കിടന്നിട്ട് കാലുകൾ രണ്ടും ഒരു ഭിത്തിയിലെ മുകളിലേക്ക് നേരെ ഉയർത്തിവെക്കുക, ഒരു 90 ഡിഗ്രി പോലെ. ഓക്കെ. ഇത് രക്തം ഗ്രാവിറ്റി കാരണം താഴേക്ക്, ഹൃദയത്തിലേക്ക് ഒഴുകാൻ സഹായിക്കും. ഈ കാലുകൾ ഉയർത്തിവെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അതെ. എപ്പോഴാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടത്? ഇത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. വളരെ എളുപ്പമാണ്. ദിവസത്തിലൊരു 2-3 തവണ, അല്ലെങ്കിൽ സൗകര്യം പോലെ ഓരോ തവണയും ഒരു 15-20 മിനിറ്റ് ചെയ്താൽ മതി.
മലർന്നു കിടക്കുക, എന്നിട്ട് കാലുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ലെവലിനേക്കാൾ കുറച്ചു മുകളിലായിട്ട് ഉയർത്തിവെക്കുക. 1-2 തലയണ കാലിനടിയിൽ വെച്ചാൽ മതി. കിടക്കുമ്പോ തലയണ വെച്ചാ മതി? അതെ. ഇത് ഗ്രാവിറ്റിയുടെ സഹായത്തോടെ കാലിൽ കെട്ടി നിൽക്കുന്ന രക്തം തിരികെ ഒഴുകാൻ സഹായിക്കും. നീരു കുറയാനും കാലുകൾക്ക് നല്ല ആശ്വാസം കിട്ടാനും ഇത് വളരെ നല്ലതാണ്. ഓക്കെ. പിന്നെ ഒരുപാട് നേരം നിൽക്കുന്നതും ഇരിക്കുന്നതും ഒഴിവാക്കണമെന്നും പറയുന്നു. പക്ഷെ ചിലരുടെയൊക്കെ ജോലി അങ്ങനെയാണല്ലോ. അതിന് കഴിയാത്തവരെന്ത് ചെയ്യും? ഇപ്പൊ കടയിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ദിവസം മുഴുവൻ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവർ. അതെ, അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം ജോലി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടർ അഖിലിന്റെ ഗൈഡിലും ഇതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ നേരം നിൽക്കേണ്ടി വരുന്നവരാണെങ്കിൽ ഒരേ നിൽപ്പങ്ങ് നിൽക്കാതെ ഇടയ്ക്ക് ശരീരഭാരം ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അതെ. പിന്നെ നിൽക്കുന്നിടത്ത് തന്നെ കാൽ വിരലുകളിലൊന്ന് ഉയരുകയും താഴുകയും ചെയ്യുക. ഹീൽ റെയ്സേഴ്സ് എന്ന് പറയാം. ഇത് കാൽവണ്ണയിലെ പേശികളെ പ്രവർത്തിപ്പിക്കാൻ നല്ലതാണ്. ഓരോ മണിക്കൂറിലും ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒന്ന് നടക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. ഇനിയിപ്പം ഇരുന്ന് ജോലി ചെയ്യുന്നവരോ? കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവര്. അവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കാലുകൾ പിണച്ചു വെച്ചിരിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ്. അത് പലരും ചെയ്യുന്നതാണല്ലോ. അതായത് ആംഗിൾ പമ്പ്സ് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും. ഈ കംപ്രഷൻ സ്റ്റോക്കിംഗ്സിനെ കുറിച്ച് ഗൈഡിൽ പറയുന്നുണ്ട്. അതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാൻ കിട്ടാൻ മതിയോ? അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ സോക്സ് പോലെയല്ല. അതൊരു ചികിത്സയുടെ ഭാഗമാണ്. ഓക്കെ. ഇത് കാലുകളിലൊരു പ്രത്യേക അളവിൽ സമ്മർദ്ദം ചെലുത്തും. താഴെ കണങ്കാലിന്റെ ഭാഗത്ത് കൂടുതൽ പ്രഷറും മുകളിലേക്ക് വരുംതോറും പ്രഷർ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഞരമ്പുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും രക്തം മുകളിലേക്ക് ഒഴുകാൻ സഹായിക്കാനും നീരു കുറയ്ക്കാനുമൊക്കെ വളരെ ഫലപ്രദമാണ്. അപ്പോ ഇത് നല്ലതാണല്ലോ. നല്ലതാണ്, പക്ഷേ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ട്? കാരണം ഓരോരുത്തരുടെയും വെരിക്കോസ് വെയിനിന്റെ അവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കും. അതനുസരിച്ച് വേണ്ട സമ്മർദ്ദത്തിന്റെ അളവും പ്രഷർ ഗ്രേഡിയന്റും വ്യത്യാസപ്പെടും. പല ഗ്രേഡിലുള്ള സ്റ്റോക്കിംഗ്സ് ലഭ്യമാണ്. ഏത് ഗ്രേഡ് വേണം, ഏത് സൈസ് വേണം എന്നൊക്കെ ഒരു ഡോക്ടർക്ക് മാത്രമേ കൃത്യമായി നിർദ്ദേശിക്കാൻ കഴിയൂ. തെറ്റായ അളവിലുള്ള സ്റ്റോക്കിംഗ്സ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. രക്തയോട്ടം തടസ്സപ്പെടുത്തുകയോ ചർമ്മത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയോ ചെയ്യാം. ശരിയാണ്. അതുപോലെ ഇതെങ്ങനെയാണ് ധരിക്കേണ്ടത്, എത്ര നേരം ധരിക്കണം എന്നതിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറുമായിട്ട് സംസാരിച്ചു വേണം തീരുമാനിക്കാൻ. അപ്പോൾ സ്വയം ചികിത്സയുടെ ഭാഗമായിട്ട് കടയിൽ പോയി വാങ്ങി ഉപയോഗിക്കുന്നത് ശരിയല്ല. തീർച്ചയായും അല്ലേ. ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. പിന്നെ ശരീരഭാരവും ചെരുപ്പുകളും ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചല്ലോ. അതെ. അമിതവണ്ണം നമ്മുടെ ശരീരഭാരം കൂടുമ്പോൾ അത് സ്വാഭാവികമായും കാലുകളിലെ സിരകളിൽ അധിക സമ്മർദ്ദമുണ്ടാക്കും. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു ശരീരഭാരം നിലനിർത്തുന്നത് വെരിക്കോസ് വെയിൻ നിയന്ത്രിക്കാൻ വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ഇതിന് സഹായിക്കും. ചെരുപ്പിന്റെ കാര്യമോ? ചെരുപ്പുകൾ. സ്ഥിരമായിട്ട് ഹൈ ഹീൽ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് കാൽവണ്ണയിലെ പേശികളുടെ ആ സ്വാഭാവികമായ പമ്പിംഗ് പ്രവർത്തനമുണ്ടല്ലോ, അതിനെ തടസ്സപ്പെടുത്തും. അത് രക്തം മുകളിലേക്ക് പോകുന്നത് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലാറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ ഹീലുള്ളതോ ആയ പാദങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്ന തരം ചെരുപ്പുകൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. അപ്പോ ജീവിതശൈലിയിലെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ആ സങ്കീർണതകളുടെ കാര്യത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ വെനസ് എക്സിമയും വത്സറും. അത് വന്നാൽ എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സങ്കീർണതകൾ, അതായത് കോംപ്ലിക്കേഷൻസ് വന്നുകഴിഞ്ഞാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. വീട്ടുവൈദ്യം കൊണ്ട് പരിഹരിക്കാൻ നോക്കുന്നത് അപകടമാണ്. ഇപ്പോ വെനസ് എക്സീമ അഥവാ സ്റ്റാസിസ് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ അതിന്റെ പ്രധാന പ്രശ്നം ചൊറിച്ചിലും തൊലി വല്ലാതെ വരണ്ടുപോകുന്നതുമാണ്. ഇത് കൈകാര്യം ചെയ്യാൻ ഡോക്ടർ അഖിലിന്റെ ഗൈഡ് ഊന്നിപ്പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 1. ചർമ്മം നന്നായി ഈർപ്പമുള്ളതാക്കി വെക്കുക. മോയ്സ്ചറൈസ് ചെയ്യുക. മണമില്ലാത്ത കട്ടിയുള്ള മോയ്സ്ചറൈസറുകൾ, ഇപ്പോൾ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എമോലിയന്റ് ക്രീമുകൾ, അത് ദിവസവും പലതവണ പുരട്ടണം.
പ്രത്യേകിച്ച് കുളി കഴിഞ്ഞ ഉടനെ തൊലിയുൾ നനവുള്ളപ്പോൾ തന്നെ പുരട്ടുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും ചിലർക്ക് നല്ലതാണ്. ഓക്കെ. 2. ചൊറിച്ചിൽ നിയന്ത്രിക്കുക. ചൊറിയുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. കാരണം ചൊറിഞ്ഞു പൊട്ടിയാൽ അണുബാധ വരാൻ സാധ്യത കൂടും. നഖങ്ങളൊക്കെ വെട്ടി നിർത്തുക. ചൊറിച്ചിൽ തോന്നുമ്പോൾ തണുപ്പ് വയ്ക്കുന്നത് ചിലപ്പോൾ ഒരു ആശ്വാസം നൽകിയേക്കാം. ശരി. 3. മൃദുവായിട്ട് വൃത്തിയാക്കുക. വീര്യം കൂടിയ സോപ്പുകൾ ഒഴിവാക്കുക. സോപ്പ് രഹിതമായ വീര്യം കുറഞ്ഞ ക്ലെൻസറുകൾ ഉപയോഗിക്കാം. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ്. 4ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഒരു ഡോക്ടറെ കാണുക എന്നതാണ്. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ അവർ ചിലപ്പോൾ സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീമുകളോ അല്ലെങ്കിൽ ചൊറിച്ചിൽ കുറയാനുള്ള മറ്റു മരുന്നുകളോ നിർദ്ദേശിച്ചേക്കാം. അപ്പോ സ്വയം ചികിത്സ വേണ്ട? തീർച്ചയായും വേണ്ട. സ്വയം ചികിത്സ അരുത്. ഇനി വെനസ് അൾസറിന്റെ കാര്യമോ? അത് കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അതെ, വെനസ് അൾസർ. അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു അവസ്ഥയാണ്. ഇതിന് കർശനമായ വൈദ്യമേൽനോട്ടം കൂടിയേ തീരൂ. വീട്ടുവൈദ്യങ്ങളൊന്നും പറ്റൂല? ഒട്ടും പറ്റില്ല. അത് അപകടം ചെയ്യും. ഡോക്ടർ അഖിലിന്റെ ഗൈഡ് അനുസരിച്ച് വെനസ് അൾസറിനു വേണ്ട പ്രധാന ചികിത്സാരീതികൾ ഇതൊക്കെയാണ്. 1. വിദഗ്ധ ചികിത്സ. ഒരു വാസ്കുലാർ സർജനെയോ അല്ലെങ്കിൽ മുറിവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടറെയോ നിർബന്ധമായും കാണണം. അവർ ആ മുറിവ് ശരിയായി വൃത്തിയാക്കുകയും അണുബാധയുണ്ടെങ്കിൽ അതിന് ചികിത്സ നൽകുകയും മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന പ്രത്യേകതരം ഡ്രസ്സിങ്ങുകൾ ഉപയോഗിക്കുകയും ചെയ്യും. ഡ്രസ്സിംഗ് ഒക്കെ അവര് ചെയ്യും? അതെ. 2. കംപ്രഷൻ തെറാപ്പി. ഇതാണ് വെനസ് അൾസർ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പ്രത്യേകതരം ബാൻഡേജുകൾ ഉപയോഗിച്ച് കാലിൽ കൃത്യമായ അളവിൽ സമ്മർദ്ദം നൽകും. ഇത് നീര് നിയന്ത്രിക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്തി മുറിവ് വേഗം ഉണങ്ങാനും സഹായിക്കും. ഇത് ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. 3. മുറിവ് പരിപാലനം. ഡോക്ടർ പറയുന്നതുപോലെ മുറിവ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അണുബാധ വരാതെ നോക്കണം. 4. കാലുകൾ ഉയർത്തിവെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിയുന്നത്ര സമയം കാലുകൾ ഉയർത്തിവെക്കുന്നത് നീര് കുറയ്ക്കാനും അതുവഴി മുറിവുണങ്ങാനും സഹായിക്കും. 5. പോഷകാഹാരം. മുറിവുണങ്ങാൻ ശരീരത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് മത്സ്യം, മുട്ട, ചിക്കൻ, പയറുവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങളൊക്കെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തണം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണരീതിയില്ലേ, അതും പിന്തുടരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്, അൾസർ വന്നാൽ ഉടനെ ഡോക്ടറെ കാണണം. തീർച്ചയായും. ഒരു കാരണവശാലും വീട്ടിലിരുന്ന് ചികിത്സിക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. വളരെ വ്യക്തമായി. അപ്പോൾ ഈ ചർച്ചയുടെ ഒരു അടിസ്ഥാനത്തിൽ ഡോക്ടർ അഖിലിന്റെ നിർദ്ദേശങ്ങളെ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്നിങ്ങനെ ഒന്ന് ചുരുക്കി പറയാമോ, ഒരു സംഗ്രഹം പോലെ? പറയാം. തീർച്ചയായും. ചെയ്യേണ്ട കാര്യങ്ങൾ: 1. നാരുകൾ, ബയോഫ്ലാവിനോയിഡുകൾ, വിറ്റമിൻ സി, പൊട്ടാഷ്യം ഇതൊക്കെ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, തവിടുള്ള ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. പ്രത്യേകിച്ച് കാൽവണ്ണയിലെ പേശികൾക്ക് വ്യായാമം കിട്ടുന്നത്. നടത്തം, നീന്തൽ, സൈക്ലിംഗ്. ഇടയ്ക്കിടെ കാലുകൾ ഹൃദയത്തിന്റെ ലെവലിന് മുകളിലായി ഉയർത്തിവെക്കുക. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ശരിയായ കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് കൃത്യമായി ഉപയോഗിക്കുക. ചർമ്മം വരണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നന്നായി മോയ്സ്ചറൈസ് ചെയ്യുക. ചർമ്മത്തിൽ എന്തെങ്കിലും അസാധാരണമായ മാറ്റങ്ങൾ, നിറം മാറ്റം, ചൊറിച്ചിൽ അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ കണ്ടാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുക. ഓക്കെ. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ: അമിതമായി ഉപ്പ്, പഞ്ചസാര, മൈദ പോലുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, പൂരിത കൊഴുപ്പ്, ട്രാൻസ് ഫാറ്റ് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നന്നായി കുറയ്ക്കുകയോ ചെയ്യുക. മദ്യപാനം ഒഴിവാക്കുക അല്ലെങ്കിൽ കർശനമായി നിയന്ത്രിക്കുക. കൂടുതൽ നേരം ഒരേ ഇരിപ്പിരിക്കുകയോ ഒരേ നിൽപ്പ് നിൽക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇടയ്ക്ക് സ്ഥാനം മാറുക, നടക്കുക. ഇരിക്കുമ്പോൾ കാലുകൾ പിണച്ചു വച്ചിരിക്കരുത്. സ്ഥിരമായിട്ട് ഹൈ ഹീൽ ചെരുപ്പുകൾ ഉപയോഗിക്കരുത്. വല്ലാതെ ഇറുകിയ വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് അരക്കെട്ടിലും തുടകളിലും സ്ഥിരമായി ധരിക്കുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ്.
ചൊറിച്ചിലുണ്ടെങ്കിൽ ആ ഭാഗം മാന്തി പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചർമ്മത്തിലെ മാറ്റങ്ങളോ ചെറിയ മുറിവുകളോ പോലും നിസ്സാരമായി കാണരുത്, അവഗണിക്കരുത്. വെനസെക്സിമയോ അൾസറോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്വയം ചികിത്സിക്കരുത്. ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മൾ വിശദമായി സംസാരിച്ചു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊരു നല്ല വഴികാട്ടിയാകുമെന്ന് കരുതുന്നു. അതെ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്നത് അത് ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ ഒരുപാട് സഹായിക്കും. അതുപോലെ എക്സിമ, അൾസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് തടയാനോ അല്ലെങ്കിൽ വരുന്നത് വൈകിപ്പിക്കാനോ സഹായിക്കും. ഓർക്കേണ്ട ഒരു കാര്യം, ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ സ്ഥിരമായി ചെയ്താൽ കാലക്രമേണ അതൊരു വലിയ വ്യത്യാസമുണ്ടാക്കും. ശരിയാണ്. എന്നിരുന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, ബുദ്ധിമുട്ടുകൾ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടണം. പ്രത്യേകിച്ചും ഈ കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് പോലുള്ള ചികിത്സകൾ തുടങ്ങുന്നതിനു മുൻപ് ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. അപ്പോ ഈ അറിവിന്റെ വെളിച്ചത്തിൽ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു നിമിഷം ചിന്തിക്കാൻ ഇതാ ഒരു ചോദ്യം. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ ഈ വേരിക്കോസ് വെയിൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ മാറ്റം എന്തായിരിക്കും? അത് ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു 15 മിനിറ്റ് നടക്കാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കാനൊന്ന് ശ്രദ്ധിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ രാത്രി TV കാണുമ്പോൾ കാലുകൾ ഒരു തലയണയുടെ മുകളിൽ വെക്കുന്നതാകാം. ആ ഒരു ചെറിയ മാറ്റം, അതിൽ നിന്ന് തുടങ്ങുന്നത് ഒരു വലിയ വ്യത്യാസത്തിന് തുടക്കമിടാൻ സഹായിച്ചേക്കാം. ഈ വിവരങ്ങളിലൂടെയുള്ളൊരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.